ഏതൊരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ അല്ലെ. പലരും പറയും റിവിഷൻ ചെയ്യണം, പഠിക്കണം, വീണ്ടും വീണ്ടും പഠിക്കണം, പഠിച്ചൊക്കെ റിവൈസ് ചെയ്താൽ മാത്രമേ മനസ്സിൽ നിൽക്കുള്ളൂ, എന്നാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കിതൊക്കെ അറിഞ്ഞാലും റിവിഷനോട് അടുക്കുന്ന സമയത്ത്, നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരു മടി പിടിക്കും അല്ലെ. പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക. അവിടെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാൻ എടുക്കുന്നുണ്ട്. സോ നമ്മുടെ മനസ്സ് മുഴുവൻ എവിടേക്ക് പോകും? പുതിയത് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകും. സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാലേ ഇതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് റിവൈസ് ചെയ്യാം. അതിന് 4 സ്റ്റേജസ് ആണ് ഞാനിവിടെ പറയുന്നത്. 4 സ്റ്റേജസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡെയിലി റിവിഷൻ ആണ്. നിങ്ങൾ എന്താണോ പഠിച്ചത്, നിങ്ങൾ ഒരു ദിവസം എന്തെല്ലാം പഠിച്ചോ അതെല്ലാം അന്ന് രാത്രി തന്നെ റിവൈസ് ചെയ്തിട്ട് അതെല്ലാം ഓടിച്ചു നോക്കി എനിക്ക് അതിന്റെ ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ഓടിച്ചു നോക്കുന്നതിനെയാണ് ഡെയിലി റിവിഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാര് പകൽ മുഴുവനും ചിലപ്പോൾ രാത്രി ആയിരിക്കും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക. അങ്ങനെയുള്ളവര് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ വഴിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തലേ ദിവസം എന്തെല്ലാം പഠിച്ചോ അതെല്ലാം വീണ്ടും ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിനെയാണ് നമ്മൾ ഡെയിലി റിവിഷൻ എന്ന് പറയുന്നത്. അതാണ് സ്റ്റേജ് 1. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വീക്ക്ലി റിവിഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു വർഷത്തോളം സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു 8 മാസം 10 മാസമൊക്കെ സമയമുണ്ടെങ്കിൽ, അത്യാവശ്യം സമയമുണ്ട്, സിലബസ് തീർക്കാനുള്ള സമയമുണ്ടെങ്കിൽ നിങ്ങൾ 5 ദിവസം പഠിച്ചാൽ 6ഉം 7ഉം ദിവസത്തെ വീക്ക്ലി റിവിഷൻ ആയിട്ട് ഉപയോഗിക്കണം. 5 ദിവസം എന്താണോ പഠിച്ചത് അതെല്ലാം 6ഉം 7ഉം ദിവസം കൊണ്ട് ഓട്ടപ്രദക്ഷിണം പോലെ ഓടിച്ചു പോയി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തീർക്കണം. അതെല്ലാം കിട്ടുന്നുണ്ടോ എന്നെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കണം. അവിടെ കിട്ടാത്ത ഭാഗങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിരുത്തി വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. ഈ റിവിഷൻ ദിവസങ്ങൾ, വീക്ക്ലി റിവിഷൻ ദിവസങ്ങളെ റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആ ദിവസം വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ റിവിഷനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. 5 ദിവസം കഴിഞ്ഞാൽ റിവിഷൻ ആണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക. 2 സ്റ്റേജ് ആയല്ലോ. ഇതേ കാര്യം തന്നെ നിങ്ങളുടെ പരീക്ഷയുടെ അടുത്താണ് നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ആകെ 3 മാസം അല്ലെങ്കിൽ 4 മാസമേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾ 5 ദിവസം പഠിച്ചിട്ട് 6ഉം 7ഉം ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ 5 ദിവസം പഠിച്ചിട്ട് 6ാമത്തെ ദിവസം മാത്രം എന്ത് ചെയ്യണം? റിവിഷനായിട്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ സമയം ഉണ്ടാവില്ല. പഠിച്ചു തീരാതാവുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. സോ എക്സാമിനോട് അടുത്താണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 5 ദിവസം പഠിച്ച 6ാമത്തെ ദിവസം റിവിഷനായിട്ട് ഉപയോഗിക്കാം. അല്ല, നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ 5 ദിവസം പഠിച്ചാൽ 6ഉം 7ഉം ദിവസങ്ങളെ വീക്ക്ലി റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. സ്റ്റേജ് 3 എന്ന് പറയുന്നത് മന്ത്ലി റിവിഷൻ ആണ്. 4 ആഴ്ച പഠിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ നിങ്ങൾ 4 ആഴ്ച പഠിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടി ഉപയോഗിക്കണം. കഴിഞ്ഞൊരു മാസത്ത്, അതായത് 4 ആഴ്ചകളിൽ എന്തെല്ലാമാണോ നിങ്ങൾ പഠിച്ചത് അതെല്ലാം നിങ്ങൾ 5ാമത്തെ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളെയും പ്ലാൻ ചെയ്ത്, ഫോർ എക്സാമ്പിൾ 1ാമത്തെ റിവിഷൻ ഡേയിൽ ഡേ 1ലും 2ലും 3ലും എന്ത് പഠിച്ചോ അതെല്ലാം റിവൈസ് ചെയ്യാം. 2ാമത്തെ ദിവസം 4ാമതും 5ാമത്തെയും 6ാമത്തെയും ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അത് റിവൈസ് ചെയ്യാം. അപ്പൊ അതിനിടയിൽ വീക്ക്ലി റിവിഷനൊക്കെ വേണ്ടി നമ്മൾ മാറ്റിവെച്ചുള്ള ദിവസങ്ങൾ ഉണ്ടാവാം. സോ ഒരു മാസത്തിൽ ശരിക്കും നിങ്ങൾ 4 ആഴ്ചയിൽ ശരിക്കും നിങ്ങൾക്ക് 20 ദിവസമായിരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവുക. ഇടയിലുള്ള ദിവസങ്ങളെല്ലാം വീക്ക്ലി റിവിഷന് വേണ്ടി പോയിട്ടുണ്ടാവും. സോ ആ 20 ദിവസങ്ങളെ 7 ദിവസത്തേക്ക്, അതായത് 5ാമത്തെ ആഴ്ചയിലുള്ള 7 ദിവസത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് ആ 7 ദിവസങ്ങളെ നിങ്ങൾ മന്ത്ലി റിവിഷന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. സോ നിങ്ങളുടെ വെൽ പാക്ഡ് ആയി മാറി അല്ലെ. ഡെയിലി റിവിഷനും വീക്ക്ലി റിവിഷനും മന്ത്ലി റിവിഷനും ആകുമ്പോൾ 5 ആഴ്ച കൊണ്ട് 20 ഇഫക്റ്റീവ് പഠന ദിവസങ്ങളും ബാക്കി ദിവസങ്ങൾ കംപ്ലീറ്റ് റിവിഷന് വേണ്ടി മാറ്റിവെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷനായി. ഇനി 4ാമത്തെ സ്റ്റേജ് ഓഫ് റിവിഷൻ എന്താ? നമ്മുടെ എക്സാമിന് 1 മാസം മുമ്പ്, എക്സാമിന് തൊട്ടൊരു മാസം മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും നാൾ പഠിച്ചതാ നമ്മുടെ സിലബസിന് വേണ്ടി എന്തെല്ലാം എഫേർട്ട് എടുത്ത് സിലബസിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളെല്ലാം അവസാനത്തെ 1 മാസം കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സോ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വീക്ക്ലി റിവിഷനും മന്ത്ലി റിവിഷനും ഡെയിലി റിവിഷനും ഒന്നും ഇല്ലാതെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ അവസാനത്തെ 1 മാസം എടുത്തിട്ട് വീണ്ടും റിവൈസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ആ സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ആയിരിക്കും പല ഭാഗങ്ങളും നമുക്ക് ഓർമ്മ വരിക. ശരിയല്ലേ? നിങ്ങൾ പഠിച്ചു എന്നൊക്കെ വിചാരിച്ച് എല്ലാം അറിയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ആദ്യ ദിവസം 2ാമത്തെ ദിവസമൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചത് തന്നെയാണോ എന്ന് സ്വയം ചിന്തിക്കും. ഇതൊന്നും ഞാൻ തീർത്തില്ലേ, തൊട്ടില്ലേ, അവിടെ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. റാങ്ക് ഫയലിൽ മാർക്കൊക്കെ ചെയ്ത് അണ്ടർലൈൻ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, NB എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, സ്റ്റാർ ഒക്കെ വരച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് ഇരിക്കുന്നതാവാ.
സോ നിങ്ങൾ ഡെയിലി റിവിഷനും വീക്ക്ലി റിവിഷനും മന്ത്ലി റിവിഷനും കൃത്യമായിട്ട് ചെയ്താൽ എക്സാം ഓറിയന്റഡ് റിവിഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടാവും, കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യേണ്ട 4 സ്റ്റേജസ് ഓഫ് റിവിഷൻ ആണ്. അല്ലെങ്കിൽ എക്സാം ഹോളിൽ എത്തുമ്പോൾ ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഓപ്ഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയോ 1-2 തമ്മിലുള്ള ഡൗട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ഡൗട്ട് ഇല്ലാതെ കൃത്യമായ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജസ് ഓഫ് റിവിഷൻ ഫോളോ ചെയ്യുക. താങ്ക്